എപ്പോഴും ഞാനിവിടെ കണ്ടുമുട്ടിയിട്ടുണ്ട്, കുട്ടികളടക്കം. അതിന്റെ സന്തോഷമുണ്ട്. ഇന്ന് ഈ വേദിയിൽ അധ്യക്ഷയായിരിക്കുന്ന പ്രിയപ്പെട്ട പത്മ മാഡം, അതുപോലെ സുരേഷ് മാഷ്, ഡേവിസ് മാഷ് വന്നിരുന്നത് ഞാൻ കണ്ടില്ല കേട്ടോ. അതുപോലെ ഹുസൈൻ മാഷിനെ, കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റും, അതുപോലെ ശാസ്ത്ര സാഹിത്യം. ആ പേരിൽ തന്നെ ഒരു മനോഹാരിതയും വൈവിധ്യവും ഉണ്ട്. ശാസ്ത്ര സാഹിത്യം നമ്മുടെ ഇടയിൽ നിന്ന് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന സയൻസ് ഫിക്ഷന്റെ ഒരു ഓർമ്മ അത് വരുത്തും. ഇതിപ്പോ മറ്റൊരു തരത്തിൽ പ്രവർത്തിക്കുന്നുവെങ്കിലും ഇത് രണ്ടും ഇതെല്ലാം ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം വളരെ വലുതാണ്. എല്ലാവർക്കും നമസ്കാരം. നല്ല കവിതകളായിരുന്നു. ഒരൊറ്റ വരി കവിത പോലും വെറുതെ അല്ല എന്ന് ഞാനിപ്പോ ഒന്നുകൂടി എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചു. കാരണം തെരുവിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന മനുഷ്യനാണ് കവിത എന്ന് പറഞ്ഞ സച്ചിദാനന്ദ മാഷ്. തെരുവിൽ ഒറ്റയ്ക്ക് നിൽക്കുക, ആ ഒറ്റയ്ക്ക് നിന്ന നേരത്തെ മാം പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് മതി. മുറിവേറ്റ ഒരു ആളിന് ഒരു സമാശ്വാസം കൊടുക്കാൻ നമ്മൾ ഒരാളൊറ്റയ്ക്ക് മതിയല്ലോ. ബൈബിളിലൊക്കെ എത്രയോ അവസരങ്ങൾ അങ്ങനെ നല്ല ശമരിയക്കാരനൊക്കെ നമ്മൾ കണ്ടുമുട്ടുന്നതാണ്. പറഞ്ഞു തുടങ്ങുന്നത് നമ്മുടെ പേരിനെ കുറിച്ച് തന്നെയാണ്. അതിജീവിത. അതിജീവിതകൾ മാത്രമല്ല, അതിജീവിത എന്താ പറയുക, അതിനെങ്ങനെ നമുക്കൊരു ജെൻഡർ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് പറയാം. അതിജീവിതർ എന്ന് പറയാം അല്ലെ? അതിജീവിതർക്കും ഇവിടെ ഇരിക്കുന്ന നമ്മൾ ആരും അതിജീവിതരല്ല എന്ന് തോന്നുന്നുണ്ടോ? നമ്മളെല്ലാവരും അതിജീവിതരാണ്, അല്ലെങ്കിൽ നമ്മളിപ്പോ ഇവിടെ ഒന്ന് ഇങ്ങനെ ഇരിക്കുന്നു. അതുകൊണ്ട് അതിജീവിതർക്കൊപ്പം ഇനി ഒന്നുകൂടി നമ്മൾ ഒത്തുചേരുന്നു, ഒപ്പം നിൽക്കുന്നു. ഓക്കെ, പക്ഷേ അതിജീവിതർക്കൊപ്പം ജീവിക്കാൻ നമ്മൾ പരിശീലിക്കപ്പെട്ടോ? അതിജീവിതർക്കൊപ്പം ജീവിക്കുക എന്നതാണ്, അതിന് നമ്മൾ പരിശീലിപ്പിക്കപ്പെട്ടോ? സ്വയം പരിശീലിക്കുന്നുണ്ടോ? ഈ 2-3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായും അതിനോടുള്ള സംവാദങ്ങളുമാണ് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കാൻ എനിക്ക് തോന്നുന്നു. അതിജീവിതർക്കൊപ്പം നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും സഞ്ചരിക്കാം. പക്ഷെ അവർക്കൊപ്പം ജീവിക്കുക എന്ന് പറയുന്നത് വളരെ അസാധാരണം അനുഭവ തീവ്രതയുമുള്ള ഒരു കാര്യമാണ്. അത് ഏറ്റെടുക്കാൻ ചുരുക്കം ചില ആളുകളെ ഉണ്ടാവും. പ്രത്യക്ഷത്തിൽ ചില ഉദാഹരണങ്ങളുണ്ട്. ആ പേരുകളൊക്കെ നിങ്ങളുടെ മനസ്സിലൂടെ ഇപ്പൊ കടന്നു വെക്കുന്നുണ്ടാവും. അതിജീവിതരെക്കാൾ മുറിവേറ്റ മനുഷ്യരാണ് ഈ ഒപ്പം ജീവിക്കുന്നവർ. അപ്പൊ അങ്ങനെ ഒരു സമൂഹത്തിൽ ഇത്തരം ആളുകളുടെ അവസ്ഥ എണ്ണം പെരുകുമ്പോൾ നമ്മൾ എടുക്കേണ്ട റോൾ എന്ത് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അത് സമൂഹത്തിന്റെ തന്നെ വാക്കായി മാറുന്ന ഒരവസ്ഥയ്ക്കാണ് വാസ്തവത്തിൽ നമ്മൾ കാത്തിരിക്കുന്നത്. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അതിജീവിക്കപ്പെടുകയാണ് ജനിച്ച നിമിഷം മുതൽ അല്ലെ? ആദ്യത്തെ ഓക്സിജന് വേണ്ടി നമ്മൾ കരഞ്ഞു തുടങ്ങുന്ന നിമിഷം മുതൽ നമ്മൾ അതിജീവിക്കാൻ പരിശീലിപ്പിക്കപ്പെടുന്നു എന്നത് തന്നെ. വളരെ മലിനമായ വായുവിൽ നിന്ന് രക്ഷപ്പെട്ടോട് ഹോസ്പിറ്റൽ, അതിന്റെ പ്രക്ഷുബ്ധതകൾ, വിഹ്വലതകൾ ഒക്കെ അതിജീവിച്ചു, എല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ആ കുട്ടി വളർന്നു തുടങ്ങുക. പിന്നീട് ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. ഓരോ നിമിഷവും സസ്റ്റെയിൻ ചെയ്യാൻ, നിലനിൽക്കാൻ നമ്മൾ പാടുപെടുന്നു എന്നുള്ളത് അതൊരു പൊതുവിഷയമാണ്. അതിനിടയ്ക്ക് നമ്മൾ പ്രത്യേകമായി കാണുന്നതാണ് നോട്ട് എ വിക്ടിം, നോട്ട് എ സർവൈവർ, ജസ്റ്റ് എ സിമ്പിൾ ഹ്യൂമൻ ബീയിങ്, ലെറ്റ് മീ ലിവ്. ഇതൊരു അതിജീവിതയുടെ വാക്കുകളാണ്. ലെറ്റ് മീ ലിവ്, നോട്ട് ലെറ്റ് മീ ഫൈറ്റ് അല്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ അവർക്ക് വേണമെങ്കിൽ എന്ത് പറയാമായിരുന്നു? ലെറ്റ് മീ ഫൈറ്റ് എന്ന് പറയാമെന്നല്ല. ഞാൻ 2 വാക്കുകൾ അതിൽ വളരെ പ്രധാനമാണ്. ഒന്ന്, ഞാനൊരു മനുഷ്യജീവിയാണ്. 2, ഞാൻ എന്നെ ജീവിക്കാൻ അനുവദിക്കണം. മനുഷ്യന്റെ ബേസിക് നീഡ് എന്താണ്? നമ്മൾ ജനിച്ചാൽ പിന്നെ നമ്മൾ എന്തിനാ ആഗ്രഹിക്കുന്നത്? 150 വർഷമായാലും എനിക്ക് മരിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? എത്ര കെട്ട ഭൂമിയായാലും ഇവിടെ ജീവിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അല്ലേ? അങ്ങനല്ലേ? നമ്മൾ പലതവണ പറയും ഒന്ന് മരിച്ചാൽ മതിയായിരുന്നു. മനസ്സുകൊണ്ടാണോ പറയുന്നത്? ആഗ്രഹിച്ചിട്ടാണോ പറയുന്നത്? അല്ല. എന്നാ പിന്നെ ഇത്രയും മെഡിക്കൽ സൗകര്യങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ ഉണ്ടാവുമായിരുന്നില്ല. അങ്ങനെയാണ് ആഗ്രഹമേ. വാനപ്രസ്ഥവും ആഗ്രഹിക്കുന്നില്ല. പുരാണങ്ങളിലൊക്കെ പറയുന്ന പോലെ ഒരു പ്രായമാവുന്ന 60 വയസ്സ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 70 വയസ്സ്, അതിനൊരു പ്രായപരിധി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഗാന്ധാരിയും കുന്തിയും ഒക്കെ ഒന്നിച്ച് കാട് കയറിയതുപോലെ നമുക്ക് കാട് കയറണമെന്നുണ്ട്. എവിടെ കാട് കയറാൻ? അതുമില്ല. ഇനി കയറണമെന്ന് ആഗ്രഹിച്ചാൽ തന്നെ. അപ്പൊ വാനപ്രസ്ഥത്തിനും സാധാരണ മനുഷ്യന് ആഗ്രഹമില്ല. നമ്മളിങ്ങനെ കുടുംബത്തിൽ അതിനകത്ത് മനുഷ്യരുമായിട്ട് സഹവസിച്ച് ജീവിച്ച് മരിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കർത്തവ്യമായി ഇപ്പൊ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് വിഘ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുക മനഃപൂർവ്വം എന്നുള്ളതാണ് മറ്റു മനുഷ്യർ ശ്രദ്ധിക്കേണ്ടത്. പക്ഷെ കണ്ടുവരുന്നത് അങ്ങനെയല്ല. അതാണ്
ഞാൻ ഈ അടുത്ത കാലത്ത് നിയമസഭയിൽ ഏറ്റുവാങ്ങിയ ഒരു പുസ്തകത്തിന്റെ പേര്, സ്വീകരിച്ച ഒരു പുസ്തകത്തിന്റെ പേര് ആ ചണ്ടാലിനി സ്പീക്സ് എന്നാണ്. ബംഗാളിലെ കല്യാണി ഠാക്കൂർ ചരൽ എഴുതിയ പുസ്തകമാണ് ചണ്ടാലിനി സ്പീക്സ്. വായിക്കണം അത് കേട്ടോ, അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വന്നിട്ടുണ്ട്, വായിക്കണം. എങ്ങനെയാണ് മനുഷ്യരല്ലാതെ മറ്റു മനുഷ്യർ അധികാരം കൊണ്ടും അതീശത്വം കൊണ്ടും അധിനിവേശം കൊണ്ടും അവരുടെ കാൽക്കീഴിലിട്ട് പുഴുവിനെ പോലെ ചവിട്ടി അരയ്ക്കുന്നത് എന്നുള്ളതാണ് ആ ജീവിത പാഠം തരുന്നത്. ശരൺകുമാർ ലിംബാളയുടെയും മറ്റു നോവലുകൾ, അതുപോലെ ജയകാന്തന്റെ നോവലുകൾ അല്ലെ, ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. പക്ഷെ ഒരു സ്ത്രീ അനുഭവമാവുമ്പോൾ അതിനകത്ത് മറ്റ് ചില പ്രശ്നങ്ങൾ കൂടി കടന്നു വരുന്നു നമ്മൾ പ്രത്യേകം കാണും. ഇവിടെ നമുക്കറിയാം 2023 റേപ്പ് ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടിയാണ്, ഒരു കുട്ടി പെൺകുട്ടി. കഴിഞ്ഞ ദിവസം മരിച്ചു, കഴിഞ്ഞ ആഴ്ച. എത്ര വർഷമാണ് ആ പീഡനകാലം? 2 വർഷം, അതിൽ കൂടുതൽ അല്ലെ. 2023 ആണെങ്കിൽ അത്രയും ദിവസം ആളെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് അയച്ചു. അപ്പോഴൊക്കെ അമ്മയോട് പറയുന്നത്, എനിക്ക് എല്ലാവരെയും പേടിയാണ്, എനിക്ക് പുറം ലോകം കാണണ്ട, എനിക്ക് വെളിച്ചം കാണണ്ട, എനിക്ക് ഭയമാണ്, എനിക്ക് മരിച്ചാൽ മതി. ആ കുട്ടി പെൺകുട്ടി പറഞ്ഞത്. അവൾ മരിച്ചു. വലിയ വാർത്തയൊന്നും ഇല്ലാതെ. വയറൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്കിലും കൊടുത്തത്. മറ്റുള്ളവരൊക്കെ ന്യൂസ് ചാനലുകളിലൊക്കെ പതിവ് പറയുന്നത് പോലെ തന്നെ 100 വർഷം 100 കോടി ക്ലബ്ബ് തികയ്ക്കുന്നു സിനിമ എന്ന് പറയുന്ന പോലെ തന്നെ കുട്ടി പെൺകുട്ടി മരിച്ചു, കൊല്ലപ്പെട്ടു എന്ന് പോലും പറഞ്ഞില്ല, മരിച്ചു എന്നാ പറഞ്ഞത്. യഥാർത്ഥത്തിൽ മരിച്ചതാണ്, കൊലപാതകമല്ലേ അത്. അപ്പൊ അത്തരത്തിൽ ഇന്ത്യയിൽ മാത്രമല്ല ഇത്, ലോകത്ത് കുറച്ചെങ്കിലും കുറെ അധികം വർദ്ധിക്കുന്ന രീതിയിലാണ്. നമുക്കറിയാം സയനിസ്റ്റ് ഭീകരതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ആയുധം തന്നെ റേപ്പാണ്. അപ്പൊ അതിനകത്ത് മുമ്പ് ഞാൻ വായിച്ചിട്ടുള്ള ഒരു കാര്യം, ഇപ്പോഴും അത് പറയാൻ പോലും എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ പറയാതിരിക്കാനും വയ്യ. അത് പറയുന്നത്, ഒരു ബലാത്സംഗത്തിന് 1 തുള മാത്രമേ ശരീരത്തിൽ ഉണ്ടാക്കാൻ പറ്റൂ, പിന്നെ കുറെ മുറിവുകൾ. പക്ഷേ ഒരു വെടിയുണ്ടയ്ക്ക് 1 തുള മാത്രമേ ഉണ്ടാക്കാൻ പറ്റൂ ഒരു ശരീരത്തിൽ. പിന്നെ ആവർത്തിച്ച് വെടിവെച്ചാൽ തന്നെ അനേകം തുളകൾ ഉണ്ടാവും. പക്ഷെ ഒരു റേപ്പിന് നിങ്ങളുടെ ശരീരത്തെ അരിപ്പ പോലെ ആക്കി തീർക്കാൻ കഴിയുന്ന, ഈ അരിപ്പ പോലെ ആക്കി തീർക്കാൻ കഴിയും എന്നുള്ളതിന് കേരളത്തിൽ ഒരു കേസ് ഉണ്ടായിരുന്നു. ഒരു 13കാരി പെൺകുട്ടിയുടെ കോഴിക്കോട് നടന്ന ഒരു സംഭവം. അരിപ്പ പോലെ ആയിട്ട് മൂത്രം ഇങ്ങനെ ആ അരിപ്പയിലൂടെ വീഴുന്ന, ഇങ്ങനെ നിലയ്ക്കാതെ വീണുകൊണ്ട് ജീവിക്കുന്ന പെൺകുട്ടി മരിച്ചിട്ടില്ല. മൂത്രം ആ സഞ്ചിയിൽ ശേഖരിക്കപ്പെടുന്നില്ല, പകരം അവള് നടക്കുന്ന വഴികളിലും അവള് പോകുന്ന വഴിയിലും ഈ അരിപ്പയിലൂടെ വീഴുന്ന പോലെ വീണുകൊണ്ടിരിക്കുക. ഇതാണ് ബാക്കി പത്രങ്ങൾ. ചില കാര്യങ്ങളൊന്നും നമുക്ക് പുറത്തേക്ക് പറയാൻ പോലും, കുട്ടിയെ ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ട് മാത്രം പറയുന്നു. അപ്പൊ ഇത്തരത്തിൽ നമുക്കെല്ലാം ബന്ധങ്ങളുണ്ട്, നമ്മുടെ കുടുംബ ബന്ധങ്ങളുണ്ട്. പക്ഷെ തൊട്ടപ്പുറത്ത് ജീവിക്കുന്ന ആളും അവിടുത്തെ കുടുംബവും നമ്മുടേതാണെന്ന് കരുതാനാവാത്ത ഒരു സാഹചര്യം ലോകത്തെവിടെയും നിലനിൽക്കുന്നുവെങ്കിലും കേരളത്തിൽ അങ്ങനെ ആയിട്ടില്ല എന്നാണ് ഇപ്പോഴും എൻ്റെ വിശ്വാസം, ഞങ്ങളുടെ ഒക്കെ വിശ്വാസം. സമൂഹവുമായി ഇവിടുന്നുള്ള എല്ലാവർക്കും അറിയാം, മറ്റൊരു ദേശത്താണല്ലോ നമ്മളുടെ ഒക്കെ ഇപ്പോഴത്തെ താമസം. പക്ഷെ അവിടെ പോലും മനുഷ്യരെ നമ്മൾ കൂടുതലായി കണ്ടുമുട്ടുന്നു എന്നുള്ളതാണ്. ആ കാര്യങ്ങൾ ഇപ്പോഴത്തെ സമൂഹത്തിൽ എങ്ങനെ പ്രതിബിംബിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ഈ പുരാണങ്ങളും കഥകളും ഒക്കെ പറയുന്നത്. കഥ പറച്ചിൽ ഏറ്റവും നല്ലൊരു രീതിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ അനുഭവത്തിലൂടെ. അതും പറയാം. കഥ പറച്ചിൽ നമ്മളിപ്പോ എത്ര നേരം അതിന് കണ്ടുകൊടുക്കുന്നുണ്ട്. നമുക്ക് അത് ജീവിക്കണ്ടേ? കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? ഏതെങ്കിലും പറഞ്ഞു കൊടുക്കും, കൊച്ചുമക്കൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. കൊച്ചുമക്കളെ കാണാൻ പറ്റുന്നുണ്ടോ? അല്ലേ? ഇല്ല എന്നുള്ളത്. അത് ഇനിയിപ്പം നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല, നമ്മളെല്ലാവരും ഉൾപ്പെടെ കാണാൻ കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഒരു പ്രൈമറി സ്കൂളിലെ അധ്യാപികയായിരുന്ന സമയത്ത് ഏതാണ്ട് ഒരു 33 വർഷം 34 വർഷം 36 വർഷം മുമ്പ് ഒരു കഥ പറഞ്ഞു കൊടുത്തിരുന്നു ഞാൻ, ഒരു പാവക്കുട്ടിയുടെ കഥ. ആ പാവക്കുട്ടിയുടെ കഥ ഞാനിപ്പോ തിരഞ്ഞെടുപ്പിന് വോട്ട് ചോദിക്കാൻ 4750 വീടുകളുള്ള 8 വാർഡാണ് എൻ്റെ മത്സര ഇടം. അതിൽ എല്ലാ വീടുകളിലും കുറഞ്ഞത് ഒരു 3750 ഞാൻ കവർ ചെയ്തിട്ടുണ്ടാവും. വീടുകളിലേക്ക് നേരിട്ട് ചെന്ന് ആ വീടുകളിലേക്ക് കടന്നു ചെന്നപ്പോ ഒരു സ്ത്രീ എണീറ്റു, അവരുടെ കൊച്ചുമകളൊക്കെ തിരിക്കുകയാണ്. അവര് പറഞ്ഞു, ഓടി വന്നിട്ട് അവര് പറഞ്ഞു, ടീച്ചറെ അന്ന് ഒരിക്കലും കഥ പറഞ്ഞിരുന്നില്ലേ പാവക്കുട്ടി, ഒരു പെൺകുട്ടിയുടെ കഥയാണ്. ആ കഥ ഞാനൊന്ന് പറയട്ടെ. എന്നെ അവിടെ നിർത്തിയിട്ട് അവരാ കഥ മുഴുവനും പറഞ്ഞു. അവര് പറഞ്ഞു, ഞാൻ ഈ കഥ കൈമാറുന്നത് എൻ്റെ 3ാം തലമുറയിലേക്കാണ്.
എനിക്ക് തോന്നി ഒരു ടീച്ചർ ആയതില്, അല്ല ഒരു കഥ പറച്ചിൽക്കാരിയായതില് എനിക്ക് അതിയായ സന്തോഷം. ഇത് വോട്ട് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, ഞാൻ അവരോട് പറഞ്ഞു അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. പക്ഷേ ഇതെന്നെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നു. ഈ ഏറ്റവും അടുത്ത കാലത്ത് ഏറ്റവും പുതിയ പഠനങ്ങളിൽ കഥ പറച്ചിൽ എന്നുള്ളത് നമ്മുടെ വീടുകളിൽ നിന്നും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായി ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നു. അത് മെമ്മറി മാത്രമല്ല, അതിനകത്തൂടെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന മൂല്യബോധങ്ങളുടെ വർധന എങ്ങനെയാണ് തലമുറകളിലൂടെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ചില കഥകളൊക്കെ വിപരീതമാണ് കേട്ടോ. ഈ കഥകളൊക്കെ നമുക്ക് പറയാൻ വേണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. കാരണം അതിനകത്ത് ഹിംസ, പഞ്ചതന്ത്രം പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഹിംസ അങ്ങനെയുള്ള കഥകൾ നമ്മൾ ബഹിഷ്കരിക്കുക. പകരം കഥകൾ തിരഞ്ഞെടുത്ത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾ എന്ത് ബഹളം ഉണ്ടാക്കിക്കൊണ്ടേ, പക്ഷെ അതിനിടയിലൂടെ അവരുടെ മനസ്സിലേക്ക് വീഴുന്ന കാര്യങ്ങൾ ചെറുതല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് കഥ പറച്ചിൽ നമ്മൾ തുടങ്ങണം. അത് തുടങ്ങിയിട്ടില്ലെങ്കിൽ അത് തുടങ്ങണം. ആ കഥകൾ സെലക്ട് ചെയ്യണമെന്ന് മാത്രം. അത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു അതിജീവന മാർഗമായി നമുക്ക് നമ്മുടെ മുന്നിൽ മുന്നോട്ട് വെക്കാനുള്ള ഒരു കാര്യം. മറ്റൊന്ന്, സീത, നേരത്തെ മാഡം പറയണ്ടായി, ശ്രീരാമൻ സീതയെ ബഹിഷ്കരിച്ചു. അതായത് പൗരത്വ രജിസ്റ്ററിൽ നിന്ന് പുറത്താക്കി. അതല്ലേ സംഭവിച്ചതല്ലേ? അവര് താമസിച്ചിരുന്ന അവരുടെ ഐഡന്റിറ്റിയിൽ നിന്ന് എടുത്തുകൊണ്ട് ഇവിടെ കളഞ്ഞു. ആ പൗരപട്ടികയിൽ നിന്ന് തന്നെ പുറത്താക്കിയാണ് ആ കാരണത്തിൽ കൊണ്ട് എത്തിച്ചത്. അവിടെ എന്താ സീതയുടെ ഒരു തീരുമാനം? അവർ തീരുമാനിച്ചത്, ഇപ്പോ അത് കഥ അവിടെ നിൽക്കട്ടെ, വാൽമീകി വന്ന് കൂട്ടിക്കൊണ്ടുപോയി ആശ്രമത്തിൽ. അതിന് കുമാരനാശാൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അവിടെയാണ് സ്ത്രീയുടെ ഡിറ്റർമിനേഷൻ, തീരുമാനം എന്നത് എന്താണ് എന്നുള്ളത്. അവിടെ നിന്നുകൊണ്ട് സീത ഒന്ന് ചുറ്റി നോക്കുകയാണ്. മരങ്ങൾ, പർവ്വതങ്ങൾ, അല്ലെ, അതുപോലെ കിളികൾ, പക്ഷികൾ, കുറ്റിച്ചെടികൾ, വാനോളം എത്തുന്ന മരങ്ങൾ, ധാതുക്കൾ. പറയുന്നത് ഞാൻ ധാതു എന്നുള്ള വാക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നിട്ട് ആ കവിത ഞാൻ അതേപടി ഓർക്കുന്നില്ല. എന്നിട്ടൊന്ന് ചുറ്റും നോക്കിയിട്ട് പറയണം, അല്ലയോ രാമ, നീ എന്നെ സാമ്രാജ്യത്തിൽ നിന്ന് പുറത്താക്കുമ്പോഴേക്കും ഇതാ ഞാൻ എത്തിപ്പെട്ടിരിക്കുന്ന ഈ സാമ്രാജ്യം ഞാൻ സർവ്വതും എന്റെ ആയിടും. അതാണ് വാക്ക്, സർവ്വതും എന്റെ ആയിടും. ഇതാണ് സ്ത്രീ എന്ന് പറയുന്ന നിശ്ചയദാർഢ്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണം. അല്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ അല്ല വാൽമീകി കാണുന്നത് എന്ന് വരികിൽ കുമാരനാശാൻ കൊടുത്ത വേർഷൻ എന്താ? ഈ കാണുന്ന ഈ പ്രപഞ്ചം ബഹിഷ്കരിക്കപ്പെട്ട ഇടത്തെ കുറിച്ച് വേവലാതിയില്ല, പകരം ചെന്നെത്തേഴുന്ന ഇടത്തെ അവിടുത്തെ മുഴുവൻ അധീശത്വം ഞാൻ കൈയാളുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ് സീത. കുമാരനാശാനെ വായിക്കുമ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ബഹിഷ്കരണവുമായി ബന്ധപ്പെട്ടൊക്കെ കണ്ടെത്തേണ്ട നിരവധിയായ മാർഗമുണ്ട്. ഡോക്ടർ പി സോമൻ സാറിന്റെ പുസ്തകം രാമായണ കൃത്യ സ്ത്രീജന്മം നിങ്ങൾ വായിക്കണം. അത് ഞാൻ വായനയ്ക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ ഈ ഭാഗമൊക്കെ. അപ്പൊ അത്തരത്തിൽ പുരാണങ്ങളിൽ അധികരിച്ചുണ്ടായ കൃതികളിൽ സ്ത്രീയുടെ അതിജീവനത്തെ കുറിച്ച്, സ്ത്രീയുടെ മാത്രമല്ല അത് ഏത് മനുഷ്യർക്കും ബാധകമാണെന്നാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിശ്വാസം. അതുപോലെ ജർമ്മനിയിൽ പണ്ട് നമ്മൾ വിചാരിക്കും മണിമേഖലയിൽ മാത്രമാണ് സ്ത്രീയുടെ സ്ത്രീ രാവിലെ എണീക്കുമ്പോൾ ദൈവത്തെ തൊഴുകയില്ല, ദൈവദത്തെ തൊഴുകില്ല, പകരം ആരെ തൊഴണം? ഭർത്താവിനെ തൊഴും. ഇതിന് പതിവ്രതകളായ സ്ത്രീകൾ ദൈവത്തെ തൊഴേണ്ടതില്ല, പകരം ആരെ തൊഴുതാൽ മതി? ഭർത്താക്കന്മാരെ തൊഴുതാൽ മതി എന്ന് എഴുതി വെച്ചിരിക്കുന്നത് മണിമേഖലയിലാണ്. മണിമേഖല എന്ന ചിലപ്പതികാരത്തിന്റെ ഒപ്പം പിറന്ന പ്രധാനപ്പെട്ട കൃതിയിലാണ്. ജർമ്മനിയിൽ ഒരു ആചാരം ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ? പിന്നെ ആൺകുട്ടികളാണ് പിറക്കുന്നതെങ്കിൽ 2 ലോഡ് വിറക് ആ വീട്ടിലെത്തിക്കും. കുട്ടി പിറന്ന വീട്ടിലെ ആൺകുട്ടികൾ. പെൺകുട്ടികളാണെങ്കിലോ ഒരു ഗസ് പറയൂ, എന്തായിരിക്കും? ഒരു ഊഹം പറയും, അല്ലെ? എന്തായിരിക്കും? തീർക്കും അടുക്കളയില് ആ വിറകത്രയും കത്തിച്ച് തീർക്കും. അല്ലെങ്കിൽ സമ്മാനം കൊടുക്കുന്നവരുടെ ഒരു വിവേചന അധികാരമുണ്ട്. അതെന്തായിരിക്കും? 2 അവിടെ